നൂറ് ആദിലയോട് പറയാണ്, അവിടെ ഭയങ്കര പാട്ട് പാടുമല്ലയോ അക്ബർക്കായും നമ്മുടെ നെവിനും കൂടി. ലവ് സോങ്സാണ് അവർ പാടുന്നത്. അത്രയും കുറേ അധിക സമയമായിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അനീഷേട്ടൻ അന്നേരം പറയുന്നുണ്ട് അവരോട്, ഞാൻ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടാണ് എൻ്റെ ഒരു ഇഷ്ടം ഇവിടെയുള്ള ഒരാളോട് പറഞ്ഞത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ഞാൻ വലിയ പ്രതീക്ഷ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. പക്ഷേ ആ അധ്യായം അവിടെ തീർന്നെന്ന് അനീഷ് പറഞ്ഞെന്ന് നൂറ പറയുകയാണ് ആതിരയുടെ അടുത്ത്. അനുമോളെയും അനീഷിനെയും കളിയാക്കുന്ന കണക്കുള്ള സോങ്സ്, അതും ലവ് സോങ്സ് തന്നെ, അർത്ഥമുള്ള പാട്ടുകൾ തന്നെ ഇവർ നിരന്തരം പാടിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ നിന്നിട്ട്. അനുമോൾ ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അനീഷ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽപ്പുണ്ട്. ഒരു വ്യത്യാസവും ഇല്ലാതെ അവർ പാട്ട് പാടിയാലോ അല്ലെങ്കിൽ അനീഷ് അവിടെ നിൽക്കുന്നുണ്ടോ എന്നെ എന്ത് ബാധിക്കാനാണ് എന്നുള്ള നിലയിൽ അനുമോൾ അവിടെ നിൽപ്പുണ്ട്. കാരണം അനുമോൾ എല്ലാവരും ചെയ്ത കണക്കുള്ള തമാശയും കാര്യങ്ങളും ചെയ്ത്, പിന്നെ ടാസ്കിൻ്റെ ഇടയിൽ അനീഷിനോട് വളരെ മോശമായിട്ട് ആര്യനും നൂറയൊക്കെ പെരുമാറിയ സമയത്ത് അനുമോൾ സപ്പോർട്ട് ചെയ്ത് അനീഷിൻ്റെ ഒപ്പം നിന്ന്, അതേപോലെ അനുമോൾക്കൊരു സമയം ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയത്ത് അക്ബർ ആയാലും ആദിലയായാലും അനുമോളെ ഒരുപാട് ദ്രോഹിക്കുന്ന സമയത്ത് അനീഷ് ഒപ്പം നിന്ന്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അങ്ങനെ ഒരു സപ്പോർട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് ലവ് ട്രാക്കും ഒന്നുമില്ല.